പുലർച്ചെ നേരമായിരുന്നു. ഇനിയും അല്പനേരം ഉറങ്ങാമെന്ന പ്രതീക്ഷയോടെ കിടക്കയിൽ കിടന്ന സുൽഫത്തിനെ ഉണർത്തിയത് അനിയത്തിയുടെ അസാധാരണമായ ഫോൺ കോളായിരുന്നു. സാധാരണ സമയത്തൊന്നും വിളിക്കാറില്ലാത്ത അനിയത്തിയുടെ നമ്പർ സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു ഭയം ജനിച്ചിരുന്നു. ഫോൺ എടുക്കുമ്പോൾ കേട്ടത് നല്ലതായ വാക്കുകളല്ല, വാപ്പയുടെ മരണം. ആ വാക്കുകൾ കേട്ട നിമിഷം തന്നെ സുൽഫത്ത് വിറങ്ങലിച്ചു പോയി. ശരീരത്തിലെ എല്ല് നിമിഷത്തേക്ക് തളർന്നു പോയതുപോലെ. മിണ്ടാനോ പ്രതികരിക്കാനോ കഴിഞ്ഞില്ല. ആദ്യത്തെ കുറെ നിമിഷങ്ങൾ തലച്ചോറിൽ ആ വാർത്ത കയറി ചെല്ലുന്നതിനിടയിൽ കണ്ണീർ ഒഴുകി തുടങ്ങി. ഹൃദയത്തിലെ ശബ്ദം പുറത്തേക്കിറങ്ങി, നിലവിളിയും പൊട്ടിക്കരച്ചിലും. ആ ബന്ധത്തിന്റെ അവസാനമെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും കാലും കരളും തളരുന്ന വിധത്തിൽ സുൽഫത്ത് തകർന്നുപോയി. അച്ഛൻ്റെ സ്നേഹത്തിന്റെ ഓർമ്മകൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു. സുൽഫത്തിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ എല്ലാവരും നിന്നു. അപ്രതീക്ഷിതമായാണ് സുൽഫത്തിന് തൻ്റെ വാപ്പയുടെ മരണവാർത്ത തേടിയെത്തുന്നത്. പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മവിശ്വാസമായിരുന്നു PS അബു. ഏറെക്കാലമായി വാർദ്ധക്യപരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് പോരാടി വരികയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. 92-ാം വയസ്സിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യപരമായ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ ചികിത്സയിലായിരുന്നു. സാമൂഹിക രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന അദ്ദേഹം മുൻ CITU വിഭാഗത്തിലെ മലഞ്ചരക്ക് കൺവീനറായും മുൻ ഇളയ കോവിലകം മഹല്ല് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി സ്റ്റാർ ജംഗ്ഷനിലായിരുന്നു താമസം. മനസ്സിന്റെ ആഴത്തിൽ ആ അച്ഛനെന്ന നിലയ്ക്ക് മാത്രമല്ല, സമുദായത്തിൻ്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട പ്രഭാവശാലിയായിരുന്നു PS അബു. അദ്ദേഹത്തിൻ്റെ വിടപറയൽ ഒരുപാട് മനസ്സുകളിൽ ഒരു ഒഴിവ് പോലെ മാറിയിരിക്കുന്നു. മനസ്സിൻ്റെ ആഴത്തിൽ ആ അച്ഛനെന്ന നിലയിൽ മാത്രമല്ല, മനസ്സുകൾ അനായാസം കീഴടക്കിയ നിത്യസാന്നിധ്യമായ വ്യക്തിത്വമായിരുന്നു PS അബു. കുടുംബത്തിനുള്ളിൽ ആധാരമായിരുന്ന അദ്ദേഹം സമൂഹത്തിനകത്തും സമുദായത്തിനുള്ളിലും ഒരു ശക്തമായ കാഴ്ചപ്പാടും നിലപാടുമായിരുന്നു. ഒട്ടനവധി ആളുകളുമായി സ്നേഹബന്ധം സ്ഥാപിച്ചിരുന്ന അദ്ദേഹം ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ആശ്രയമായിരുന്നയാൾ കൂടിയാണ്. വലിയവരോട് ആദരവും ചെറുതവരോട് സ്നേഹവുമൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒട്ടനവധി ആളുകളുടെ ഹൃദയത്ത് ചേക്കേറിയിരുന്നു. നാളെ വൈകിട്ട് 8 മണിക്കാണ് ഖബറടക്കം നടക്കുക. ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനിയിലായിരിക്കും ഖബറടക്കം. പായാട്ട് പറമ്പ് വീട്ടിൽ പരേതനായ സുലൈമാൻ സാഹിബിൻ്റെയും ആമിനയുടെയും മകനാണ് അദ്ദേഹം. നബീസയായിരുന്നു ഭാര്യ. അസീസ്, സുൽഫത്ത്, റസിയ, സൗജത്ത് എന്നിവർ മക്കളും. മമ്മൂട്ടി, സലീം, നൈസുദ്ദീൻ, ജമീസ്, അസീബ് എന്നിവർ മരുമക്കളുമാണ്. സുൽഫത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും മനസ്സിലും ഏറെക്കാലം കടന്നു നിൽക്കുമെന്നതിൽ സംശയമില്ല അദ്ദേഹം. PS അബുവെന്ന പേരും അദ്ദേഹത്തിൻ്റെ ഓർമ്മയും കാലത്തിൻ്റെ മറവിൽ മറഞ്ഞു പോകാതെ എന്നും എല്ലാവരും ഓർക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.